ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് നല്ല പൈസ എല്ലാം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം അല്ലേ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക. ഞാനുണ്ടല്ലോ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എല്ലാം ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലോട്ട് 1 ടീസ്പൂണോളം വിനെഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ വേണം. ഞാനിപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അതിലോട്ട് 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും. ഒന്ന് ക്രഷ് ചെയ്തായാലും കുഴപ്പമില്ല, നല്ലതുപോലെ പൊടിച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിതാ ഇതിലോട്ട് വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, ഒരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനിതാ റെഡ് ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അത് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിലും ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അന്നേരം തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, എനിക്ക് കുട്ടികൾ സ്കൂളിൽ വരുന്ന ആ ഒരു സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റം അല്ലേ ഈ ഒരു ഐറ്റം. ഇതെന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക, വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കരുത്. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഒരുപാട് പൈസ എല്ലാം കൊടുത്തിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം അല്ലേ, ഇത് കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിലുണ്ടാക്കാം. നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസൊക്കെ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ തന്നെ കഴിക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കാം. ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക. ഈ ഒരു ചൂടായ എണ്ണയിലോട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു റെഡിമെയ്ഡ് പാക്കാണ് എടുത്തിട്ടുള്ളത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന. ഇൻഷാല്ലാ ആ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്, ഹോംമെയ്ഡായിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ പാക്ക് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആ ഒരു പാക്ക് എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതാവുമ്പോൾ സിമ്പിളാണ്, 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സമയം കൂടെ വേണമല്ലോ. അതും കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസായിരുന്നു. ഇത് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഇതൊരു വലിയൊരു ഉരുളൻകിഴങ്ങ് തന്നെ ഉണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഹെൽത്തിയാണ്, അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കുകൊണ്ടു. പെർഫെക്റ്റായിട്ട് നല്ല പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്ന മയോണൈസ് ഉണ്ടല്ലോ, അതിലേക്കും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തന്നെ. അധികം പുളിയില്ലാത്ത തൈര്, ഏതെങ്കിലും കട്ട തൈര് തന്നെ, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു മയോണൈസ് ഉണ്ടാക്കാൻ അടിപൊളിയാണെന്ന് കേട്ടോ. ഈ ഒരു തൈര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യുക. ഇതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിലോട്ട് 4-5 വെളുത്തുള്ളിൻ്റെ ഇതിലുണ്ടല്ലോ, വെളുത്തുള്ളീൻ്റെ അളവൊന്നും കൂടി പോവരുത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ്, 2 ടീസ്പൂണ് മാത്രം സൺഫ്ലവർ ഓയിൽ, 2 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണോ, അതിൽ കൂടി പോവരുത് കേട്ടോ. മാക്സിമം പോയാൽ 2 ടീസ്പൂണ് മാത്രം മതി, എന്നാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിലോട്ട് 1.5 ടീസ്പൂണ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ. അതുണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് തന്നെയാണ്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കെച്ചപ്പാണ്. ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഈ ഒരു സോസ് ഒഴിക്കുന്നതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മയോണൈസും കെച്ചപ്പും പാടെ മിക്സ് ആക്കിയത് ഇതിക്ക് 3 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. ഏതെങ്കിലും കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ.
ഫ്രൈ ചെയ്തെടുത്തത്. ഇനിതാ ഇതിലോട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മോസറല്ല ചീസാണ്. ഇത് ഇട്ട് കൊടുത്താൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കില്ല, അതുപോലത്തെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം, എല്ലാവർക്കും അറിയാവുന്നതല്ലേ, സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കുക. 1 ടീസ്പൂണ് മൈദ, 1 ടീസ്പൂണ് ബട്ടർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൈദയും ബട്ടറും ഒരു 2 മിനിറ്റ് കട്ടല്ലാതെ ഇളക്കിയതിന് ശേഷം പാലൊഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ വൈറ്റ് സോസ് റെഡിയാവും. അത് റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയല്ലേ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ചീസാണ്. ചീസാകുമ്പോൾ പെർഫെക്റ്റായിട്ട് പുറത്തുനിന്ന് കിട്ടൂല, അതുപോലത്തെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. ചീസാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഓവനിലൊന്ന് ചൂടാക്കി എടുക്കുക, ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഓവനില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് ബേക്കാക്കുന്ന നേരം അതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുന്ന നേരം മാത്രം കേട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ ഒരു രക്ഷയില്ല, ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ചീസൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മയോണൈസും കെച്ചപ്പും പാടെല്ലാം മിക്സ് ഉണ്ടല്ലോ, ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ എന്ത് ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നിർത്താതെ കഴിച്ചു പോകുമെന്ന് പറയില്ല, അത്രയും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. സൗണ്ടിനൊക്കെ മൊത്തത്തിൽ പ്രശ്നമാണ്, അതുകൊണ്ടായിരുന്നു 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാത്തത്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.